പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ജീവിക്കാൻ ജ്യോതിഷം ആവശ്യമോ? ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് സ്വതന്ത്ര ചിന്തകനായിട്ടുള്ള ശീതളൻ, പുരോഗമന ജ്യോതിഷ ചിന്തകൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ശ്രീ രാഘവ പണിക്കർ, പാരമ്പര്യ ജ്യോത്സ്യനായിട്ടുള്ള ശ്രീ സുഗതൻ. ആദ്യം നമുക്ക് ശീതളിലേക്ക് പോവാം. സാർ, ജീവിക്കാൻ ജ്യോതിഷം ആവശ്യമോ? എൻ്റെ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ആളുകളെ വല്ലാതെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇത് ഈ വിശ്വാസത്തിന്റെ പുറത്ത് എത്രയോ കുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. എത്രയോ പെൺകുട്ടികൾ വിവാഹി ഇപ്പം ഈ ചൊവ്വാദോഷം ബന്ധപ്പെട്ട് അതേപോലെ ഈ ജ്യോതിഷം ബന്ധപ്പെട്ടൊക്കെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ആളുകളെ അധപതിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇത് ശാസ്ത്രം പുരോഗമിച്ച് വേറൊരു തലത്തിലേക്ക് മറ്റുള്ള രാജ്യങ്ങളൊക്കെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിപ്പോഴും ഒരു വിവാഹ ജീവിതം ഒരുമിച്ച് കൊണ്ടുപോകാൻ പോലും ഇത്തരത്തിലുള്ള ചില വിശ്വാസങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ട് പല ആളുകളുടെയും ജീവിതം നശിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ അടുത്ത കാലത്തുണ്ടായ മറ്റൊരു തമാശയുണ്ട്. അതായത് ഈ ധനാകർഷണ യന്ത്രം എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇത് ഈ ധനം ഇല്ലാണ്ടാവുമ്പോ ബുദ്ധിമുട്ടുമ്പോ ആളുകൾക്ക് ധനം ഉണ്ടാവാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ഇവര്. കാരണം ഈ യന്ത്രം കഴുത്തിൽ കെട്ടി തൂക്കിയിട്ടാല് ആവശ്യാനുസരണം ധനം കിട്ടുന്ന പറയണേ. എന്നിട്ട് ഈ സാധനം ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ട് ആൾക്കാരുടെ അടുത്ത് തണ്ടി കാശ് മേടിക്കുക. അപ്പൊ ഇത് ഒരെണ്ണം കെട്ടി തൂക്കി അവരവരുടെ കഴുത്തിലേറ്റാ മതി. എന്നാ പിന്നെ ഈ ആൾക്കാരുടെ അടുത്ത് ഈ കാശിന് പിരിവിന് നടക്കുന്ന കാര്യമില്ല. ഇതേപോലെ ഗർഭം ധരിക്കാൻ വേണ്ടിയിട്ട് ഈ വിശുദ്ധ പത്രം കലക്കി അരച്ച് കലക്കി കുടിക്കുക. അതേപോലെ ഈ പിന്നാണങ്ങളിൽ മഷി കൊണ്ട് എഴുതിയിട്ട് അത് കലക്കി കുടിക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് വയറുവേദനയായിട്ട് ആശുപത്രിയിൽ പോയിട്ട് ചികിത്സിച്ച് മരണം വരെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ യുക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമല്ല ഇതിന്റെ പുറകിലൊക്കെ ഉള്ളത്. ശരി, ഇനി നമുക്ക് പുരോഗമന ജ്യോതിഷവാദി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രാഘവ പണിക്കറിലേക്ക് പോകാം. ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്. അത് കണക്കുകളുടെ ഒരു ജീവിത സൂചികയാണ്. അത് കാശ് നേടാനുള്ള ഒരു പുകപറ സൃഷ്ടിക്കാനുള്ള ഒന്നതല്ല ജ്യോതിഷം. ജ്യോതിഷം കൃത്യമായ നിയതമായ അതിന് ഒരു വഴിയുണ്ട്. അതിനെ അവഹേളിക്കുന്ന തരത്തിലാണ് കാശ് നേടാൻ വേണ്ടി ഈ സമൂഹത്തിൽ ഒരു വിഭാഗം ഉപയോഗപ്പെടുത്തുന്നത്. അതാണ് തെറ്റ്. ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിൻ്റെ കാര്യം എടുത്തു നോക്കാം നമുക്ക്. ശുദ്ധജാതകം, പാപജാതകം, അശുദ്ധജാതകം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ജീവിതകാലം അങ്ങ് കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ ഒരു പുരുഷൻ്റെയും ഒരു 50 വയസ്സ് വരെ ഈ ജാതക പ്രശ്നം പറഞ്ഞ് അതങ്ങ് നീണ്ടുപോയി. പിന്നീട് അവർ വിവാഹം കഴിച്ചിട്ട് എല്ലാ പൊരുത്തമില്ല ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? ശരിക്കും ഒരു മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാം. മനപ്പൊരുത്തമുണ്ട്. മനപ്പൊരുത്തമാണ് പ്രധാനം. എല്ലാറ്റിലും മീതെ മനപ്പൊരുത്തമാണ്, സ്നേഹമാണ്. അതുണ്ടെങ്കിൽ ആ കല്യാണം വിജയിക്കും. ഇനി നമുക്ക് പാരമ്പര്യ ജ്യോതിഷിയായിട്ടുള്ള ശ്രീ സുഗതനിലേക്ക് പോവാം. എനിക്ക് ഈ വാദപ്രതിവാദങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ എന്താ ഇവിടെ വന്നതെന്നാവും ചില കാര്യങ്ങൾ പറയാണ്ടിരിക്കാനും പറ്റില്ല. ഈ ഏറ്റുമുട്ടൽ എന്നുള്ള പേര് ഇതിന് വെച്ച് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഞങ്ങൾ തമ്മിൽ വലിയ വൈരാഗ്യമൊന്നുമില്ല. ഏറ്റുമുട്ടാനൊന്നുമല്ല വന്നിരിക്കണത്. അഭിപ്രായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവും, ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ശീതളൻ പറഞ്ഞ കാര്യത്തോട് എനിക്ക് വിയോജിപ്പില്ല. കാരണം അയാളൊരു നിരീശ്വരവാദിയാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും താല്പര്യനല്ലാത്ത ഒരാളാണ്. ഞാൻ സമ്മതിച്ചു. പക്ഷെ രാഘവ പണിക്കര് പറഞ്ഞത് ശരിയാണോ എന്നാണ് എൻ്റെ കാര്യം. ജ്യോതിഷത്തെ പുച്ഛിക്കുന്ന ഒരാള് അയാൾ എന്തിനാ ജ്യോതിഷനാവണം? വേറെ എന്തെങ്കിലും പണിക്ക് കൂടെ. സത്യസന്ധമായ രീതിയിൽ നാള് ഗണിച്ച് നമ്മൾ ഒരു ശാസ്ത്രം പറയുമ്പോൾ അതിൻ്റെ പ്രതിവിധികളും നമ്മൾ കാണുകയാണ്. പിന്നെ തെറ്റുകൾ എങ്ങനെയാണ് സംഭവിക്കണേ എന്നാവും. ഒരു കൊച്ചു ജനിക്കുമ്പോൾ ആ പ്രസവം നോക്കിയ നഴ്സ് തൻ്റെ വാച്ചിൽ നോക്കിയിട്ടാണ് ജനന സമയം കുറിക്കുന്നത്. ആ നഴ്സിൻ്റെ സമയം ചിലപ്പോൾ 5 മിനിറ്റ് സ്ലോ ആവാം, 5 മിനിറ്റ് ഫാസ്റ്റ് ആവാം. അങ്ങനെ വരുമ്പോൾ നാള് ചിലപ്പോൾ മാറ്റം വരാം. പക്ഷെ നമുക്ക് തരണ നാള് അനീഴാണെങ്കിൽ തൃക്കേട്ടായിരിക്കും നാള്. ഇത് നമുക്ക് പറയാൻ പറ്റില്ല. അനീഴം വെച്ചാണ് നമ്മൾ ഗണിക്കണത്. അങ്ങനെ വരുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം. ഇപ്പൊ പ്രഗത്ഭനായ ഒരു ഡോക്ടർ ഒരു രോഗിയെ ചികിത്സിച്ചാൽ ആ രോഗിക്ക് മരണം സംഭവിക്കാറില്ലേ? അതിനെ നമ്മൾ ഡോക്ടറെ പഠിക്കാറുണ്ടോ? പിന്നെ ചിലരൊക്കെ പറയണു ശാസ്ത്രം പുരോഗമിച്ചു, കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വേണ്ടത്. റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നുണ്ട് ശാസ്ത്രം. എന്തിനാ അവർ റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്തിന് കറക്റ്റ് ഒരു സമയം കുറിക്കണേ?
നല്ല സമയം നല്ല മുഹൂർത്തം കുറിച്ചാലേ അത് ഫലവത്താവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാം വിമർശന ബുദ്ധിയിലെ കാണുമ്പോൾ അവർക്കെല്ലാം തെറ്റായിട്ടേ തോന്നും. ഇത്രയ്ക്ക് പറയാനുള്ളൂ. ജ്യോതിഷത്തിന് ആരും ഇവിടെ തെറ്റ് പറഞ്ഞിട്ടില്ല. അത് അവക്കവുമായിട്ട് അത് പഠിക്കാതെ അത് ചെയ്ത് പല മന്ത്രവാളങ്ങളും എന്റെ പഠിക്കലെ പുസ്തകത്തിൽ എഴുതിയത് മുഴുവൻ അങ്ങോട്ട് വായിച്ചിട്ട് ഇതാണ് ശരിയെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ശീതളം പറയട്ടെ, ഇനി ശീതളം പറയട്ടെ. അയാൾക്ക് ഇപ്പൊ എന്താ പറയാനുള്ളത്? ഇതിനൊക്കെ വിമർശിക്കുക, പുച്ഛിക്കുക, എന്നിട്ട് ആളായിട്ടിരിക്കാതല്ലേ ഇപ്പൊ കാര്യം. അതാണ് തെറ്റ്. ഇതിപ്പോ എന്താ വെച്ചാല് ഇതൊക്കെ പറയാനുള്ളൂന്നില്ലേ. ഈ ഞാൻ പിടിച്ച മുയലിന് 2 ചെവി അല്ലെങ്കിൽ 3 ചെവി എന്നൊക്കെ പറയുന്നൊരു ചൊല്ലുണ്ട്. 3 ചെവിയുള്ള മുയലുണ്ടായിട്ടുണ്ട്. അതുണ്ടായിട്ടുണ്ട്. ഇതിനൊന്നും ഇപ്പൊ നമുക്ക് അതിന് മറുപടി പറയാലോ. ഒന്നാമത്തെ ജ്യോതിഷം അറിയുന്ന ആളുകളുടെ തർക്കം കഴിഞ്ഞിട്ടേ നമ്മളതിൽ ഇടപെടേണ്ട കാര്യമുള്ളൂ. ഇപ്പോ ഒരു കുട്ടി പ്രസവിച്ചു, ഈ പ്രസവിച്ച സമയത്ത് നഴ്സ് പറഞ്ഞു കൊടുക്കണ സമയം ഒന്ന് തെറ്റിയാൽ മതി, അപ്പൊ ഇവരുടെ ജ്യോതിഷം ആ സമയം ഇവരുടെ ജ്യോതിഷവും പോയി, ഇവരുടെ ഈ എന്താ പറയാ എന്താ എയർപോർട്ടിൽ ചെന്നിട്ട് ഞാൻ പറയട്ടെ, നിങ്ങളെ യുക്തി ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ ഈ ജാതകം നോക്കിയിട്ട് വിവാഹം നടത്തിയിട്ടുള്ള ആളുകളുടെ വിവാഹമോചനത്തിനേക്കാൾ കുറവാണ് അത് നോക്കാതെ വിവാഹം നടത്തി. അതൊക്കെ ഈ പറയുന്ന ജന്മനുള്ള നാടിന്റെ പ്രശ്നങ്ങളാണെന്നേ. ഡോക്ടർ ചികിത്സിച്ചാലും അതായത് നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റാം എന്നല്ലേ പറഞ്ഞു വരുന്നേ? എന്റേന്നല്ല, ലോകത്തിലെ മനുഷ്യജന്മത്തിലുള്ള പലർക്കും തെറ്റുകൾ സംഭവിക്കാം. ജനങ്ങൾ ഇതൊന്നും അല്ലാത്തൊരു തലത്തിലാണ് ആളുകൾ ജീവിക്കുന്നത്. ഈ ഭൂമിയിൽ ആഹ്വാനം ജീവിക്കുന്ന ആളുകളുടെ പറയരുത്. പലരുടെയും ജീവിത രീതികൾക്കുള്ള അവരുടെ ഒരു വിശ്വാസം. ഈ തെയ്യാണേ ഇതാണ്. ആ, ഇത് കപ്പക്കവരല്ലേ? കപ്പക്കാമരം തന്നെ. അതിന്റെ വേര് പൊട്ടിക്കരുത്. ഇല്ല. വേര് പൊട്ടാതെ അത് ഇങ്ങോട്ട് പറിച്ചെടുക്കുക. എന്നിട്ട് അവിടെ കൊണ്ടുപോയി കുഴിച്ചിടുക. ഇതിപ്പം പ്രശ്നം എന്താന്ന്? ഇത് പാലുള്ള വൃക്ഷാണ്. പാലുള്ള വൃക്ഷം വീടിന്റെ ഉമ്മർത്ത് പാടില്ല എന്നാ നമ്മൾ ജ്യോതിഷം പറഞ്ഞോ? സുഗതനെ സുഗതൻ പറഞ്ഞതേ. അതല്ലേ? അങ്ങനെയാണെങ്കിൽ തെങ്ങും മാറ്റണ്ടേ? ഇനി തേങ്ങാപ്പാലുണ്ടല്ലോ. തേങ്ങാപ്പാലുണ്ടല്ലോ ഇനി. എടാ തേങ്ങ പിഴിയുമ്പോഴല്ലേ ഈ പറഞ്ഞത് ചെയ്യടാ. മാറ്റാ. അങ്ങനെ ഞാനേ ഇത് ഇപ്പൊ കുഴിച്ചെടുത്താലേ പ്യാരി നട്ട സാനാണ്. നീ ആദ്യം ഞാൻ പറയുന്നത് കേൾക്കുണ്ണേ. അല്ലാതെ ആരാണാ പ്യാരി? ആ പ്യാരി അമ്മാന്റെ മോൻ അല്ലേ? പ്യാരി വന്നിട്ട് ഇടുന്ന എന്തെങ്കിലും ചൊറയാക്കിയാണ്. ഇത് ഞാൻ കുയിക്കും. ആരെന്നെ വിളിച്ചത്? നിന്റെ എന്താ എന്താ ഇവിടെ? നിങ്ങളെന്താ ഒന്നുമില്ല. എന്താ ഇങ്ങോട്ട് കൊത്തണത്? കളക്കണ അത് മര്യാദക്കിരിക്കാനുള്ളത്. ഇവിടുന്ന് പറിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പൊ എന്തിനാ അത് പറിച്ചു പറഞ്ഞ? അതാരും തലയിലല്ലല്ലോ, അവിടെ സമാധാനമായിട്ട് നിൽക്കല്ലേ. എടാ ഇത് പാലുള്ള വൃക്ഷാണേ. പാലുള്ള വൃക്ഷം എന്താ വീടിന്റെ പടിഞ്ഞാറേ സൈഡിൽ പാടില്ലാന്നാ. ആരാ പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞോടെ? സുഗതൻ ജോത്സ്യം പറഞ്ഞു. അതന്നെ അച്ഛന് വേറെ. നീ അച്ഛൻ പറയണ കേട്ടോട്ട് കൊടുത്തോളം മരവും വൃക്ഷവും ഒക്കെ മുറിക്കാൻ നടക്കണ. പറ്റൂല. ആര് പറ്റൂലെന്ന്? ജ്യോതിഷം പറഞ്ഞു. ജ്യോതിഷം പലതും പറയും. ഇത് ഞാൻ നട്ടതാണ്. ഇതുമ്മ തൊട്ടാ നിന്റെ തലയാൻ പറ്റും. ഞാൻ കാര്യം പറയാം. ഇത് അങ്ങോട്ട് മാറ്റി വെക്കണല്ലോ, കളയണില്ല, കൊത്തി കളയല്ല. എന്റെ അച്ഛൻ ഇതിപ്പോ ഈ ഒരു കപ്പങ്ങ വരെ ഇവിടെ നിന്നാ എന്താണ് ഇവിടെ പ്രശ്നം? എന്ത് പ്രശ്നം? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പോയി ഇതുമ്മ തൊടാൻ പറ്റില്ല. എന്ത് എന്താണ് ഇത്? അത് പെണ്ണ്. അത് അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. പാപജാതകവും ചൊവ്വാദോഷവും കൂടെ ഒരുമിക്കാൻ തീരുമാനിച്ച. ഇനി അതുകൊണ്ടുണ്ടാവുന്ന ദോഷം ഞങ്ങൾ ഒരുമിച്ച് അനുഭവിച്ചോളാം. നീ എന്നെ കൊലക്ക് കൊടുക്കോടാ കാല. മറിമായം